ഹായ്, എല്ലാവർക്കും A to Z ഗൾഫ് ജോബ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലൊക്കെ നല്ല ശമ്പളത്തിൽ ഏകദേശം 15,000 മുതൽ 30,000 ദിർഹം വരെയൊക്കെ ശമ്പളം. ഇനി സ്റ്റാർട്ടിങ്ങിലൊക്കെ 9,000 മുതലൊക്കെ നിങ്ങൾക്ക് ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരിഗണിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങളെക്കുറിച്ചാണ്. എനോക്ക് കമ്പനിയിൽ, എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിലാണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ഒഴിവുണ്ട്, അതുപോലെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്കും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കും അങ്ങനെ നിരവധി ഒഴിവുകളാണ് എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിൽ വരാറ്. അപ്പോൾ ഇടയ്ക്ക് ഓരോ ആഴ്ചയിലും അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം റിക്രൂട്ട്മെൻ്റ് ആണ് സാധാരണയായിട്ട് എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി, എനോക്ക് കമ്പനിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്, ആ കമ്പനിയിൽ വരാറ് എന്ന് നമുക്കിന്ന് നോക്കാം. അതുപോലെ തന്നെ താഴെ ഇതിൻ്റെ ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്, അവരുടെ അപ്ലൈ ചെയ്യാനുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓരോന്നിലേക്കും ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാനും കഴിയും. നമുക്ക് നോക്കാം എനോക്കിൽ വന്നിരിക്കുന്ന എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനിയിൽ വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ, സാലറി, അതുപോലെ ജോബ് റോളൊക്കെ എന്തെന്ന് നോക്കാം. ഇപ്പോൾ ഗൾഫിൽ നല്ലൊരു ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പനിയാണ് എനോക്ക്, എമിറേറ്റ്സ് നാഷണൽ ഓയിൽ കമ്പനി. ഏകദേശം 10,000 മുതൽ 35,000 വരെയൊക്കെ സ്റ്റാർട്ടിങ് 10,000 മുതൽ തന്നെ ശമ്പളം കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഒഴിവുകളുണ്ട്, എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒഴിവുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലേക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിരവധി അവസരങ്ങൾ, മാർക്കറ്റിംഗ് വിഭാഗത്തിലേക്കൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവർ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി പറയുന്നതിന് മുമ്പ് അവിടെ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്താറ്, അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശമ്പളമായിരിക്കും. അതുപോലെ മറ്റുള്ള ആനുകൂല്യങ്ങളും, വിസ, അതുപോലെ തന്നെ ടിക്കറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയി ലഭിക്കും. ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ന്യൂ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ട് അവർ ഗ്രാജുവേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്താറുണ്ട്. അതുപോലെ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ള ഫസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്ന ആൾക്ക് അവർ ഒരുപാട് ജോബുകൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ട്രെയിനിങ് നടത്താറുണ്ട്. നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എനോക്ക് ജോബ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇതിൽ കുറച്ചുണ്ടാവുള്ളൂ. പക്ഷേ അവർ എല്ലാ വീക്കിലും അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജോബ് ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട 30ഓളം പോസ്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു പോസ്റ്റുകളിലേക്കെല്ലാം അവിടെ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പോസ്റ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ, ഈ ഒരു പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഈ ഒരു കമ്പനിയെ നിങ്ങൾ വെക്കുക. അപ്പോൾ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്, വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ അതൊരു അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക്, അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി, മറ്റുള്ള കാര്യങ്ങളും, അതുപോലെ ഏതൊരു പോസ്റ്റിനാണെങ്കിലും സമാന മേഖലയിൽ നിങ്ങൾ മുമ്പ് ഉള്ള പരിചയം കൂടി, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ല എങ്കിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ചെറിയ കമ്പനിയിൽ കയറിയ ശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരമുള്ള വലിയ കമ്പനികളിലേക്ക് മാറാൻ കഴിയുന്നതാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യാൻ അത്യാവശ്യമാണ്. പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസി, അതും കൂടി നിങ്ങൾ പുതിയ ടെക്നോളജിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഒഴിവുണ്ടാവും. മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സസ് സ്പെഷ്യലിസ്റ്റ്, IT ടെക്നീഷ്യൻസ്, ഓപ്പറേഷൻസ് മാനേജർ, കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്, പ്രൊജക്ട് മാനേജർ, പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ, ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ്, റിസർച്ച് അനലിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, ലോജിസ്റ്റിക് കോർഡിനേറ്റർ, ലീഗൽ കൗൺസിലർ, അതുപോലെ സേഫ്റ്റി ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, വെബ് ഡെവലപ്പർ, പ്രൊക്യൂർമെൻറ്റ് മാനേജർ, ഡാറ്റ അനലിസ്റ്റ്, വെയർഹൗസ് സൂപ്പർവൈസർ, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, റിസർച്ച് സയൻറ്റിസ്റ്റ്, മാർക്കറ്റിംഗ് കോർഡിനേറ്റർ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർ തുടങ്ങിയ ഏകദേശം 32ഓളം പോസ്റ്റുകളാണ് ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ജോബ് റോളും മറ്റു കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക. താഴെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വരുന്ന സാലറി പാക്കേജുകൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സാലറി ഡീറ്റെയിൽസ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചും നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചുമായിരിക്കും സാലറി ലഭിക്കുക. ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്കാണെങ്കിൽ ഏകദേശം 20,000 മുതൽ 30,000 വരെ ദിർഹം വരെ ശമ്പളമൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ
അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് 15,000 മുതൽ 25,000 വരെ ആയിരിക്കും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ എമൗണ്ട് ഒക്കെ. ഇത് ഏകദേശം ഒരു റേറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കമ്പനിയിൽ കൊടുക്കുന്ന റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് 12,000 മുതൽ 18,000 വരെയൊക്കെയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് മാനേജർ 18,000 മുതൽ 25,000 വരെ. ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് 15,000 മുതൽ 22,000. IT ടെക്നീഷ്യൻസ് 10,000 മുതൽ 15,000 വരെ. ഓപ്പറേഷൻസ് മാനേജർ 25,000 മുതൽ 35,000 വരെ. അതുപോലെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് 8,000 മുതൽ 12,000 വരെയാണ്. പിന്നെ പ്രൊജക്ട് മാനേജർ 20,000 മുതൽ 30,000 വരെ. പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ 15,000 മുതൽ 22,000 വരെയാണ്. ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ് 12,000 മുതൽ 18,000 വരെയാണ്. പിന്നെ ഗ്രാഫിക് ഡിസൈനർ ഉണ്ട്. അതൊക്കെ വരുന്നത് ആ ഒരു 10,000 മുകളിലായിരിക്കും ശമ്പളം അതിൽ പറയുന്ന സ്റ്റാർട്ടിങ്. ഇതൊക്കെ മുമ്പ് വന്നിരിക്കുന്ന പൊസിഷന് എടുത്തിരിക്കുന്ന സാലറി, അതിൽ കൊടുത്തിരിക്കുന്ന സാലറിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് നല്ല രീതിയിലുണ്ട്. പക്ഷേ ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വരുന്ന ഡീറ്റെയിൽസ്, വരുന്ന വേക്കൻസികൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ENOC.com എന്ന് പറഞ്ഞ കരിയർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കരിയർ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഓരോ ദിവസം കൂടുമ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വീക്കിലി ഏകദേശം ഒരുപാട് ജോബുകൾ അതിൽ വരാം. ഏകദേശം 15-20 പോസ്റ്റുകൾ പലതരത്തിലുള്ള. ഇപ്പോൾ ഇതിൽ പറയാത്ത തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം അല്ലെങ്കിൽ പോസ്റ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി പോസ്റ്റുകളൊക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ബാച്ചലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, ഏത് വിഭാഗത്തിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പീരിയൻസും കൂടി വേണ്ടി വരും. അത് ഓരോ പോസ്റ്റിലേക്കും അവർ വ്യത്യസ്തമായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് ചോദിക്കാറ്. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലേക്കും സീനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്കും അതുപോലെ 2 ക്വാളിഫിക്കേഷനാണ് ചോദിക്കുക. ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് വ്യത്യസ്തമായിട്ടാണ് അവർ ചോദിക്കുക. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് അതിൻ്റെ ഡീറ്റെയിൽ, ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസികൾ അവരുടെ കരിയർ പേജിൽ പോയി നോക്കാം. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അക്കൗണ്ടന്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി, പിന്നെ CA CMA ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ ബിസിനസ് ഓർ മാർക്കറ്റിംഗ് ആണ് വേണ്ടത്. അതുപോലെ MBA ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ MBA ഒക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ അവർക്ക് ഒന്നൊരു പ്രിഫറൻസ് ഒക്കെ നൽകുന്നതാണ്. പിന്നെ മാർക്കറ്റിംഗ് മാനേജർ ആണെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ആണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിലുള്ള ഡിഗ്രി. IT ടെക്നീഷ്യൻ ആണെങ്കിൽ ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ IT. അതുപോലെ ഓപ്പറേഷൻസ് മാനേജർ ആണെങ്കിൽ ബിസിനസ് ഓപ്പറേഷനിലുള്ള ഡിഗ്രിയാണ്. പിന്നെ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന വിഭാഗത്തിലേക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ. പിന്നെ പ്രൊജക്ട് മാനേജർ വിഭാഗത്തിലേക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ്. പിന്നെ പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ പ്രൊക്യൂർമെൻറ്റ് സപ്ലൈ ചെയിൻ ആണ്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ ക്വാളിറ്റി അഷുറൻസ് ആണ്. പിന്നെ റിസർച്ച് അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് അതിലേക്ക് വേണ്ടത്. ഗ്രാഫിക് ഡിസൈനർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിലെ ഡിപ്ലോമ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നിർബന്ധമായിരിക്കും. പിന്നെ ലീഗൽ കൗൺസിലർ വിഭാഗത്തിലേക്ക് ലോയിലുള്ള ഡിഗ്രി ഉള്ളവർക്കും ലീഗൽ കൗൺസിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ സേഫ്റ്റി ഓഫീസർ വിഭാഗത്തിലേക്ക്, സേഫ്റ്റി ഓഫീസർക്കൊക്കെ എപ്പോഴും വരുന്ന ഒരു ജോബ് വിഭാഗമാണ് സേഫ്റ്റി ഓഫീസർ. കാരണം ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ആകുന്നതുകൊണ്ട് തന്നെ സേഫ്റ്റി ഓഫീസർ വിഭാഗത്തിലേക്ക് ഒരുപാട് റിക്വയർമെൻറ്റും അതുപോലെ സാലറി, നല്ല രീതിയിൽ സാലറി ലഭിക്കാനുള്ള ഒരു പൊസിഷനാണത്. പിന്നെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവലുള്ള ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. വെബ് ഡെവലപ്പർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്ക് വെബ് ഡെവലപ്പർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പിന്നെ വെയർ ഹൗസ് സൂപ്പർവൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ അതുമായി ബന്ധപ്പെട്ട റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പിന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ ഫിനാൻസ് ഓർ അക്കൗണ്ടിങ് വിഭാഗമാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. അതുപോലെ MBA ഒക്കെ ഉള്ളവർക്കും CA CM ഉള്ളവർക്കും ഫിനാൻഷ്യൽ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് അതിലേക്ക് ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ റിലവൻ്റ് എക്സ്പീരിയൻസ് ആണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് വേണ്ടത്. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ വിഭാഗത്തിലേക്കൊക്കെ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അപേക്ഷിച്ച എല്ലാവർക്കും ഇത് അവരുടെ റിപ്ലൈ കിട്ടണമെന്നില്ല. അതത് പോസ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ അയക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായും ആ കമ്പനിയെക്കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത ശേഷം അതിൻ്റെ
എല്ലാ കാര്യങ്ങളും അതിൻ്റെ CEO മുതൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ആരാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോവാം. പിന്നെ നമ്മൾ ഏത് ജോബിനാണോ അറ്റൻഡ് ചെയ്യാൻ പോയത്, ജോബിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്, അതിൻ്റെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെറ്റിലൊക്കെ കിട്ടും, അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കിട്ടും. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടാവും. ഈ അക്കൗണ്ടിങ് മേഖലയിലൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് പ്രൊഫഷനാണോ ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. കാരണം അത്രയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയുന്ന രീതിയിൽ, വളരെ കോൺഫിഡൻറ്റോട് കൂടി പറയുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അത്രയാണ് കൂടുതൽ പറയാനുള്ളത്. പിന്നെ ENOC എന്ന് പറഞ്ഞ കമ്പനിയിൽ നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ട് വിവരങ്ങളും, അതുപോലെ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.enoc.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അബൌട്ട് സെക്ഷനിൽ പോയാൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോയി ക്ലിക്ക് ഹിയർ ടു സെൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ENOCിൻ്റെ വെബ്സൈറ്റിലെ കരിയർ പേജിൽ പോയിട്ട് ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്രയാണ് ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരമുള്ള ഡെയിലി അപ്ഡേഷൻസ്, ഗൾഫ് ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളുടെ അവർ റെക്കോർഡ് ചെയ്യുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഫോളോ ചെയ്യുക. നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.